ഇന്ന് നമുക്ക് നല്ല മഴയാണല്ലോ, അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ചൂടുള്ളൊരു മോമോസും സോസും റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം 1 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം അത്യാവശ്യം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് കുറച്ച് ബോൺലെസ് ചിക്കൻ്റെ പീസസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളൂ. ഇനി കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ സവോള, കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് സോയ സോസും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് അതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. അതിന് ശേഷം എന്തെങ്കിലും ചെറിയൊരു ബൗൾ വെച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ച് മോമോസ് പല ഷേപ്പിലുണ്ട്. അതിന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി 2 തക്കാളി, 3-4 വെളുത്തുള്ളി, കാശ്മീരി മുളക് 2 എടുത്തിട്ടുണ്ട്. നന്നായി തിളപ്പിച്ച ശേഷം തക്കാളിയുടെ തോളെല്ലാം മാറ്റാം. അതിന് ശേഷം തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നന്നായി തണുത്ത ശേഷം വേണം നമുക്ക് അടിച്ചെടുക്കാൻ. ഇപ്പം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മോമോസ് എല്ലാം റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോസിൻ്റെ ഫൈനൽ പരിപാടി കൂടെ ചെയ്തെടുക്കാം. അതിന് വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് എടുത്ത് അതിൽ ചേർത്ത് കൊടുത്താൽ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പഞ്ചസാര, കുറച്ച് സോയ സോസ്, 1 ടീസ്പൂൺ വിനേഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സോസും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മോമോസിൻ്റെ കൂടെ സോസും കൂടെ സെർവ് ചെയ്യാം. തണുപ്പുള്ള സമയത്ത് ചൂടോടെ കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.